ഇടുക്കിയിലുള്ളതെല്ലാം ഗോൾഡാ. ഇറച്ചി ഇടിച്ച് പിച്ചിക്കൊണ്ടിരിക്കുക. പിച്ചി ഇനി ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം. ഇതുപോലെ നല്ല പോത്തിനെയൊക്കെ കണ്ടാൽ അല്ലേ, ഒരു 15-20 കിലോ മേടിച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി വീട്ടിൽ വെച്ചാൽ ഇടക്കിടക്ക് ഇങ്ങനെ പിച്ചി തിന്നാം. വർഷങ്ങളിരിക്കും അല്ലേ, വർഷങ്ങളിരിക്കും അല്ലേ. നാടൻ പോത്തിനെ കിട്ടുമ്പോ ഇങ്ങനെ ഉണക്കി അങ്ങ് വെച്ചാൽ എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഇതിരിക്കും. അപ്പൊ ഇത് പഴയ കാട്ടിറച്ചിയുടെ സിസ്റ്റം ആണല്ലേ. പണ്ട് ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി തിന്നിട്ടുണ്ടല്ലേ, കാരണന്മാരുണ്ടാക്കി തന്നിട്ടുണ്ട് അന്ന്. ആരെ കിട്ടിയാലും അവര് ഇതുപോലെ ഇടിച്ചു വെച്ചേക്കുക. ഈ വീടിന്റെ ഗൃഹനാഥ ചേച്ചിയുടെ വന്നു. അവരെല്ലാവരും ഉണ്ട്. അലനും ഉണ്ട്, എൽസയും ഉണ്ട്, ബീച്ചാറിനും ഉണ്ട്, ചേച്ചിയും ഉണ്ട്. ഇനി ഒരാളുണ്ട് അതുൽ. എണ്ണ ഒഴിച്ചുകൊണ്ട് കടുക് ഇട്ടു. ഇനി അത് ഇടാൻ പോണേ സവാള ഇട്ടു. ആദ്യം ഇതിനകത്ത് എണ്ണ ഒഴിച്ചു ചൂടാകുമ്പോൾ കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിയുമ്പോൾ സവാള ഇട്ട് വഴറ്റുന്നു. അത് കഴിയുമ്പോൾ മുളക് ഇടുന്നു. വറ്റൽമുളക് നിറച്ചിട്ടു. അവനിങ്ങനെ റെഡിയായി വരണം അല്ലേ. ഓക്കെ, ഇതിവിടെ കഴിച്ചിട്ട് സൂര്യഭഗവാൻ കൊണ്ടുപോയതിന് ശേഷം മിച്ചമുള്ളതാണ് ഇടിയിറച്ചി. ഇത് ഇടാൻ പോണു. ഇടിയിറച്ചി ഇടാൻ പോണു. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്നു. മൂത്തതിൻ്റെ തൊട്ട് പുറകെ അല്ലേ ഇടിയിറച്ചി ഇടുന്നു. ഇടിയിറച്ചിയിട്ട് പകുതി സൂര്യൻ വേവിച്ചതാണല്ലോ അല്ലേ. ഇടിച്ചിറച്ചി ഇത് പണ്ട് ഒരു കാരണവന്മാര് ഒരു കാട്ടിറച്ചിയായിട്ട് കൊടുത്ത് ഇപ്പൊ സർക്കാർ പേടിപ്പിക്കുന്നത് കാരണം സർക്കാർ പീഡിപ്പിക്കുന്നത് കാരണം ഇവര് പാവം പോത്തിനെ ഇതുപോലെ റെഡിയാക്കി വെച്ചോണ്ടിരിക്കുക. ഇത് റെഡിയായി എണ്ണക്കകത്ത് കിടന്ന് പതുക്കവൻ വെന്ത്. ഇത് എണ്ണയെന്ന് പറഞ്ഞാൽ എണ്ണയൊന്നും ഒരുപാടൊന്നും ഇല്ല, വളരെ കുറച്ച് എണ്ണയുള്ളൂ. വളരെ തുള്ളി എണ്ണ ചേച്ചി ഒഴിച്ചുള്ളൂ. ഞാനോർത്ത് ഇത്ര എണ്ണക്കകത്ത് ഇത് എന്താകാൻ പോകണമെന്ന് നമുക്ക് അറിയാം. ഇതെന്താ ആകാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുഖകരമായി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇടുക്കിയിൽ വന്ന് ഇന്നലെയും ഇന്നും എന്ത് സുഖമായിട്ട് ഉറങ്ങിയ. എൻ്റെ മുഖകേണ്ട കണ്ണുമുഖം വീർത്ത്. ഇടുക്കിയിലുള്ളതെല്ലാം ഗോൾഡാണ്. ഇടുക്കി ഗോൾഡ് മാത്രമല്ല ഗോൾഡ്. ഇടുക്കിയിലുള്ളതെല്ലാം, ഇടുക്കിയിലുള്ളവരും ഗോൾഡാണ്. ഇതിനകത്ത് വന്ന് വേണമെങ്കിൽ വന്ന് നോക്കാം കേട്ടോ. വന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വേണമെങ്കിൽ വന്ന് നോക്കാം. ഇറച്ചി ഇങ്ങനെ ഒന്നൊന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളിങ്ങനെ വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൽസ കഴിഞ്ഞ ദിവസം സാറ്റ് കളിച്ചിട്ട് ഇങ്ങനെ സാറ്റ് മരത്തിൽ ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഒരു കവര ഉണ്ടായിരുന്നു. ഈ കവര ഇങ്ങനെ നീണ്ടു നിൽക്കുക. ഈ കവരെ തൊട്ടാലും സാറ്റാവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി പോയി പുള്ളി ഇങ്ങനെ നോക്കി ചെന്ന് തൊട്ടതാണ്. ഈ കവര മാറിപ്പോയി. കവര മേളിലായിരുന്നു. ഒക്കെ പുള്ളി താഴെ കൂടെ പോയി ഇവൻ അലനാണ് നടുവൻ. ഇത് വയറ് കഴുകി. ഇത് നടുവൻ. എന്തായാലും ഇടിയിറച്ചി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇടിയിറച്ചി നല്ല സന്തോഷമായിട്ട് നമുക്ക് കഴിച്ച് മിണ്ടാതെ പിരിയുന്നതാണ് ബുദ്ധി എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും
അപ്പോൾ ഇവരുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവരുടെ ഒരു ഐക്യവും ഇവരുടെ ഒരു ഇടപെടലും കണ്ടപ്പോൾ ലവ് മാരേജിനുള്ളൊരു സാധ്യതയാണ് ഞാൻ കണ്ടത്. അല്ലല്ലേ? ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇതിനു മുമ്പേ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇല്ല, ഉറപ്പായിട്ടും. പക്ഷെ എന്തായാലും അപാര കൈപ്പുണ്യാണ്. ഈ വീട് ആസ്ബസ്റ്റോസ് ഷീറ്റാണ്. ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇട്ടിട്ട് ആണ് വീട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തിരുന്നാൽ ഇതിനകത്തിരുന്ന് AC-യാണ്. ഉച്ചയ്ക്ക് ഇതിനകത്ത് ഇത്ര സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. പക്ഷെ എൻ്റെ അമ്മോ, ഞാൻ ഉറങ്ങി എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്വസ്ഥമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഇന്നുമായിട്ട്. ഉറങ്ങി എൻ്റെ കണ്ണൊക്കെ നോക്കിയാൽ നല്ല അത്ര സുഖകരമായ കാലാവസ്ഥയല്ല. കസ്തൂരി രംഗൻ ഇറക്കി വിട്ടില്ല എങ്കിൽ ഇവരൊരു നല്ല ജീവിതം ജീവിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബീഫ് സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്തു കാമത്ത് തിന്നാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് ഒരു കുറവ് പോത്തിനെ മേടിച്ചുകൊണ്ട് വന്ന് കെട്ടിയോളും പിള്ളേരും എല്ലാം കൂടെ ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ അറുത്ത് മസാലയൊക്കെ പെരട്ടി ഇതുപോലെ ഉണക്കിയൊക്കെ വെച്ചാൽ 3 വർഷത്തേക്ക് ഒന്നുമില്ല. ചേച്ചി ചെയ്തത് കണ്ടില്ലേ? അപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സമ്പത്തുള്ള കാലത്ത് ഇതുപോലെ ഒരുക്കി വെച്ചാൽ മാത്രമേ ആപത്തുള്ള കാലത്ത് തിന്നാൻ പറ്റും. പക്ഷെ ഇത് ആപത്തൊന്നായിട്ട് തിന്നല്ല, ഞാൻ വന്നതുകൊണ്ട് തിന്നാൻ പറ്റും. ഇടുക്കി കർഷകൻ, മലയോര കർഷകൻ എപ്പോൾ ആപത്ത് വരാണ്? ഇറച്ചിവിടെ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി തായിച്ചി റെഡിയല്ലേ? റെഡിയായിട്ടല്ലോ അല്ലേ? ആ ദേ അയ്യോ, എല്ലാവർക്കും വേണ്ടതാണല്ലോ അല്ലേ? കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. രുചിയായ സാധനം. പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറച്ചി ഉണക്കിയ സമയത്താണ് ഇതിൻ്റെ കൂട്ടുകളെല്ലാം ചേർന്നിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും മറന്നുവരുത്. മറന്നതിന് ശേഷം എന്നെ കുറ്റപ്പെടുത്തരുത്. നല്ല രുചിയുള്ള നന്മയുള്ള നാട്ടിൽ നിന്ന് ആൾക്കാരെ ഈസ്റ്റേൺ സോൾട്ട് എന്നൊക്കെ വിടവാങ്ങുകയാണ്. നല്ല കുടുംബത്തിൽ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഇടുക്കിയിൽ ഗോൾഡ് കഞ്ചാവ് മാത്രമല്ല, ഇടുക്കിയിലെ മനുഷ്യന്മാരും ഇടുക്കിയിലെ ഭക്ഷണവും ഇടുക്കിയിലെ ജീവിതവും ഇടുക്കിയിലെ രീതികളും എല്ലാം ഗോൾഡാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈസ്റ്റേൺ സോൾട്ട് ഈ ലക്കം വിടവാങ്ങട്ടെ. ഇടിയിറച്ചിയാണ്. ഈ ഇടിയിറച്ചി നല്ലപോലെ ഉണ്ടാക്കി കഴിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ ടാറ്റാ.